കണ്ണൂർ റെയിൽവേ അണ്ടർബ്രിഡ്ജ് റോഡ് മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്നത് ഒഴിവാക്കാൻ കർശന ഇടപെടലുമായി കോർപ്പറേഷൻ. റെയിൽവേ മുഖം തിരിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാതെ പിന്മാറില്ലെന്ന നിലപാടിലാണ് മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര. റെയിൽവേയുടെ സ്ഥലത്തെ ഓവുചാലിലെ മണ്ണ് നീക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ റെയിൽവേ അണ്ടർബ്രിഡ്ജിലെ റോഡിൽ മഴക്കാലത്തുള്ള ഈ ദുരിതത്തിന് പരിഹാരം കാണാൻ കഴിയാത്തത് വലിയ വിമർശനത്തിനാണ് ഇടയാക്കാറുള്ളത്. പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് കോർപ്പറേഷനാണ്. ഈ അവസ്ഥയ്ക്ക് ഇത്തവണ ഏതുവിധേനയും പരിഹാരം കാണണമെന്ന കർശന നിർദ്ദേശമാണ് മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര നൽകിയത്. ഇതിനായുള്ള ശ്രമം കോർപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു. വെള്ളം റോഡിൽ കെട്ടിക്കിടക്കാൻ കാരണം എന്ത് എന്നാണ് പ്രധാനമായും പരിശോധിച്ചത്. ഓവുചാലിലെ അടിഞ്ഞുകൂടിയ മണ്ണാണ് വില്ലനെന്ന് കണ്ടെത്തതോടെ ഇവ നീക്കം ചെയ്യാൻ തുടങ്ങി. റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്തെ ഓവുചാലിലെ മണ്ണ് നീക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് മേയർ പറഞ്ഞു. റെയിൽവേന്റെ ഈ ഉള്ളിൽ അവരുടെ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യാതെ ആ റോഡിലുള്ള വെള്ളം ഒഴുകി ഇങ്ങോട്ടേക്ക് കാവേലേക്ക് പോവില്ല. അവിടുത്തെ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. അതിന് റെയിൽവേ നമുക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അത് ചെയ്തോളാം. അതാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത്. അവർ ചെയ്തു തരണ്ട, ജനങ്ങളുടെ ബുദ്ധിമുട്ടാണിത്. അപ്പോൾ അതിന് പരിഹാരം കാണാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് റെയിൽവേ അനുമതി തന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് നമ്മൾ നീക്കം ചെയ്യും. മേയർക്കൊപ്പം കൗൺസിലർ അജിത് പാറക്കണ്ടിയും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ CR സന്തോഷ് കുമാറും പ്രവൃത്തി വിലയിരുത്തുന്നതിനായി സ്ഥലത്തെത്തി. വൻതോതിൽ മണ്ണ് ഓവുചാലിൽ ഉണ്ട്. ഇത് മുഴുവൻ നീക്കാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് അജിത് പാറക്കണ്ടിയും വ്യക്തമാക്കി. റെയിൽവേയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ലെന്ന് മേയർ കുറ്റപ്പെടുത്തി. നാടിന്റെ പൊതു ആവശ്യം എന്ന നിലയിൽ റെയിൽവേ കൂടി സഹകരിക്കണമെന്നും മേയർ അഭ്യർത്ഥിച്ചു. തങ്ങളുടെ തൊഴിലാളികളെ ഉപയോഗിച്ച് റെയിൽവേയുടെ സ്ഥലത്തെ മണ്ണും നീക്കം ചെയ്യാൻ തയ്യാറാണെന്നും അതിന് അനുമതി ലഭിക്കുക മാത്രമാണ് വേണ്ടതെന്നും മേയർ പറഞ്ഞു. റെയിൽവേ അധീനതയിലുള്ള സ്ഥലത്തെ ഓവുചാലിലെ മണ്ണും നീക്കം ചെയ്യാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനവും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.